കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വരുന്ന ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത് വന്നത്. അതുകൊണ്ടാ എനിക്ക് ഇത്രയധികം സന്തോഷം. അവസരോ? എന്തവസരം? എന്താന്ന് പറയൂ ഭവാനി. അത് അർജുൻ, എപ്പോഴും അർജുനല്ലേ കാറ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരവസരം കിട്ടിയിരിക്കല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ. ഓ, അതാണോ? ഏയ്, ഇതെന്താ ഇത്ര സ്പീഡിൽ പോകുന്നത്? പേടിച്ചു പോയോ അർജുൻ? ഞാൻ പേടിക്കോ ഇല്ലയോ എന്ന് ഇയാളെന്നെ ടെസ്റ്റ് ചെയ്യണോ? നീ എന്റെ കൂടെ ഉണ്ടെങ്കിലേ ഒരു പ്രത്യേക ധൈര്യ ഭവാനി എനിക്ക്. പോയ ജീവൻ ധൈര്യം കൊണ്ട് തിരികെ നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനും ബുദ്ധി ഉപയോഗിച്ച് ഓരോന്നും ചെയ്യാൻ തുടങ്ങിയത്. ശരിയാ ഭവാനി, നീ ഒരാൾ കാരണോ നാഗദേവതയെ വകവയ്ക്കാതെ വിനിതാദേവിയെ മനസ്സറിഞ്ഞ് ഭജിച്ച് ഈ ഏലസ് എനിക്ക് സ്വന്തമായി ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. ഭവാനി ബുദ്ധി ഉപയോഗിച്ച് ആ ഏലസ് നേടിയതുകൊണ്ടാണ് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് നിന്റെ കയ്യിൽ നിന്ന് ആ ഏലസ് നിന്നെ കൊണ്ട് തന്നെ അഴിപ്പിച്ച് നിന്നെ കൊല്ലാൻ വന്നത്. എന്തു പറ്റി ഭവാനി? ഒന്നും ഇയാൾ മിണ്ടുന്നില്ല. എന്റെ കൈകൊണ്ട് ചാകാൻ പോകുന്ന നിന്നോട് ഞാൻ എന്തു പറയാനാ? ഇങ്ങനെ നോക്കുന്നതല്ലാതെ ഇയാളൊന്നും സംസാരിക്കുന്നില്ലല്ലോ. വേണ്ട അർജുൻ. ഇയാൾക്ക് എന്ത് പറ്റി? അത് പിന്നെ ഒന്നുമില്ല. ഇയാളുടെ അഴകുള്ള ആ കണ്ണും ആ കവളും എന്റെ സ്വന്തം. അങ്ങനെയുള്ള നീ കൂടെയുള്ളപ്പോ എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. ഏയ്, എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തോറ്റി എന്നെ ഇഷ്ടമല്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ നിന്റെ ഭാര്യ ഭവാനിയൊന്നുമല്ല. ഏയ്, എന്തു പറ്റിടോ ഇയാൾക്ക്? അത് പിന്നെ അർജുൻ, നിന്നോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിന്റെ കയ്യിലുള്ള ഈ ഏലസ് അതാ എനിക്ക് ഇഷ്ടമില്ലാത്തത്. നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഈ ഏലസ് കെട്ടിത്തന്ന നീയല്ലേ? അതെ, ഞാനാ. ഇയാൾ എന്താന്ന് വെച്ചാ പറ. അർജുൻ, ഏലസ് കാണുമ്പോ ആ നാഗമാധവനെ ഓർമ്മ വരും, അതുകൊണ്ടാ പറഞ്ഞത്. എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അർജുൻ. നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഉണ്ടാവണമെങ്കിൽ ആ ഏലസൂരി ആ സൈഡിലേക്ക് മാറ്റി വെക്കാം അർജുൻ.
നീ തന്നെയല്ലേ പറഞ്ഞത്? ആ, 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 ഇപ്പൊ നീ തന്നെ മാറ്റാനും പറയുന്നു. ആ, ആ, അത് അത് പിന്നെ അർജുൻ, ഞാൻ ആദ്യം അങ്ങനെയാ പറഞ്ഞത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് അർജുൻ, ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ ആ നാഗമാതാവിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മാനസദേവി പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതെ. ഞാൻ നിന്റെ കൂടെയുള്ളപ്പോ ആ ഏലസ് നിനക്കെന്തിനാ? അത് ഊരി മാറ്റിയേക്ക്. എന്താ അർജുൻ, എന്താ നീ ചിന്തിക്കുന്നത്? അഴിച്ചു മാറ്റ്. നീ പറഞ്ഞ സത്യം. നീ കൂടെയുള്ളപ്പോ എനിക്കെന്ത് സംഭവിക്കാനാ? ഞാൻ എന്തായാലും ഇത് അഴിക്കാൻ പോവാ. ഈ ഏലസ് നിന്റെ ഭർത്താവിന്റെ കയ്യിൽ ധരിപ്പിക്കൂ. ഇതുള്ളിടത്തോളം കാലം നാഗജാതിയിലുള്ള ഒരു വിഷപ്പാമ്പുകൾക്കും നിന്റെ ഭർത്താവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ല, നീ നിന്നെ പോലൊരു ദുഷ്ടനോട് ഉറപ്പായും ഞാൻ ശിക്ഷ തന്നേ തീരൂ. അമ്മ,
പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും അബോധാവസ്ഥയിലുള്ള മനുഷ്യരെയും കൊന്നുകൂടാ എന്ന് ഞങ്ങളുടെ നാഗജാതിക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് മുകളിൽ നിന്ന് ആ നാഗവംശത്തിന് ഞാൻ കാരണം ഒരു കളങ്കവും ഞാൻ ഏർപ്പെടുത്തില്ല. നിനക്ക് ബോധം തെളിയുന്നത് വരെയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ബോധം തെളിഞ്ഞാൽ ഉടനെ നിന്നെ ഞാൻ കൊന്നിരിക്കും. അർജുൻ സാർ, കണ്ണു തുറന്നൊന്ന് നോക്ക് സാർ. മോനെ അർജുനെ, നീ വേഗം എഴുന്നേക്ക്. നിന്നെ ഞാൻ ഇപ്പൊ കുത്തിക്കൊല്ലും. ഇത്ര ബലമായി കുത്തിയിട്ടും അവന്റെ ശരീരത്തിൽ വിഷം കേറിയിട്ടില്ല. നിന്റെ ഭർത്താവിന്റെ കയ്യിൽ വിനിതാദേവി നൽകിയ ഏലസില്ലാത്ത പക്ഷം നാഗദേവത അവനെ വെറുതെ വിടുകയില്ല. എന്നിരുന്നാലും അവന്റെ കയ്യിൽ ആ ഏലസില്ലാത്ത അവസ്ഥയിലും നിന്റെ ഭർത്താവിന്റെ ഒപ്പം നീ ഉണ്ടെങ്കിൽ നാഗവംശത്തിലെ ആര് വിചാരിച്ചാലും നിന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അർജുൻ, 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 അർജുൻ. മാനസാദേവി കൊടുത്ത അനുഗ്രഹം കാരണം ഭവാനി ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് എന്റെ തീരുമാനങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അർജുൻ, അർജുൻ, അർജുൻ എഴുന്നേക്ക്. അർജുൻ, ഭവാനി ഇവിടെ വാ. അർജുൻ, അർജുൻ ഇവിടെ ഉള്ളത്. അർജുൻ, അർജുൻ നിനക്ക് എന്താ പറ്റേ? എഴുന്നേക്ക്. അർജുൻ, 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 അർജുൻ എന്താ പറ്റിയത്? അർജുൻ എഴുന്നേൽക്ക്. അർജുൻ എഴുന്നേൽക്ക്. അർജുൻ നിനക്ക് എന്താ പറ്റിയത്? അർജുൻ, ഭവാനി, അർജുൻ ഭവാനി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അർജുൻ, നാഗമാതാവ് എന്റെ രൂപത്തിൽ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് എനിക്ക് മനസ്സിലായി. നാഗദേവത ഭവാനിയുടെ രൂപത്തിൽ വന്ന് എന്റെ കൊച്ചുമോനെ കൂട്ടിക്കൊണ്ടുപോയി. എന്റെ കൊച്ചുമോനെ അങ്ങ് തന്നെ സംരക്ഷിക്കണം ശിവനെ.